ഓണക്കാലം വീണ്ടും എത്തുമ്പോൾ വൈപ്പിൻകരയിലെ എളങ്ങുന്നപ്പുഴ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ കാലത്തെ അതിജീവിച്ച ഒരു പാരമ്പര്യം ഇന്നും തുടരുകയാണ്. നടക്കൽ കോവിലകത്തെ ഉത്രാടക്കിഴി. ഒരു കാലത്ത് കൊച്ചി രാജവംശത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിന്നിരുന്ന ഇടമായിരുന്നു ഈ നടക്കൽ കോവിലകം. എളങ്ങുന്നപ്പുഴ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്ന കൊച്ചി രാജാവിൻ്റെ വിശ്രമ സങ്കേതം കൂടിയായിരുന്നു ഈ കോവിലകം. രാജഭരണം അവസാനിച്ചു. ഭരണകൂടങ്ങൾ മാറി. കാലം ഏറെ മുന്നോട്ട് പോയി. എന്നാൽ ആ കാലത്തിൻ്റെ ഓർമ്മയായി ചില പാരമ്പര്യങ്ങൾ ഇന്നും ഇവിടെ ജീവിക്കുന്നു. അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഉത്രാടക്കിഴി സമർപ്പണം. കൊച്ചി രാജവംശത്തിൻ്റെ പിന്മുറക്കാരിയായ നടക്കൽ കോവിലകത്തെ സതീരത്നം തമ്പുരാട്ടിക്കും കുടുംബത്തിനും ഓണക്കാലത്ത് ലഭിക്കുന്നതാണ് ഈ ഉത്രാടക്കിഴി. പണ്ടത് പണമായിരുന്നില്ല, ഓണപ്പുടവയായിരുന്നു. ഉത്രാടം നാളിൽ ലഭിച്ചിരുന്ന ആ ഓണപ്പുടവയാണ് പിന്നീട് ഉത്രാടക്കിഴി എന്ന പാരമ്പര്യമായി മാറിയത്. രാജഭരണം അവസാനിച്ച് ഭരണപരിഷ്കാരങ്ങൾ വന്നപ്പോഴും പഴയ ആചാരങ്ങൾ മുടങ്ങാതെ തുടരണമെന്ന അഭ്യർത്ഥന രാജകുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്നും ഈ ആചാരം സർക്കാർ തലത്തിൽ തുടരുന്നു. ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ തുക മണി ഓർഡറായോ ചെക്കായോ കൈമാറ്റം ചെയ്യരുതെന്നാണ് പാരമ്പര്യത്തിലെ ചട്ടം. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ പ്രതിനിധിയായി തഹസിൽദാർ നേരിട്ടെത്തി അവകാശിക്ക് ഉത്രാടക്കിഴി കൈമാറുന്നു. ഇത്തവണയും കൊച്ചി തഹസിൽദാർ നിഷാന്ത് മോഹൻ്റെ നേതൃത്വത്തിൽ സതീരത്നം തമ്പുരാട്ടിക്ക് ഉത്രാടക്കിഴി കൈമാറി. നൂറ്റാണ്ടുകളുടെ ഓർമ്മകൾക്കൊപ്പം വളർന്ന സതീരത്നം തമ്പുരാട്ടിക്ക് ഈ ആചാരത്തിന് പിന്നിൽ സ്വന്തം ബാല്യകാലത്തിൻ്റെ ഓർമ്മകളും ഉണ്ട്. കഷ്ടകാലം മാറി, പഞ്ഞമാസത്തെ മാറി ചിങ്ങമാസത്തിലെ പൊന്നോണ നാളിലേക്ക് കടന്നു പോകുമ്പോൾ സമൃദ്ധിയുടെയും നല്ല ഒരു സന്തോഷത്തിൻ്റെയും ഒക്കെ പ്രതിദിനമായി അല്ലെങ്കിൽ ദിവസമായി സ്ത്രീ സമൂഹത്തിന് ഒരു താങ്ങായി കാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന ഒരു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നൽകിപ്പെട്ടു വരുന്ന ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഈ കോവിലകത്തിൽ അർത്ഥവത്തായ ഒരു ജീവിത രീതിക്ക് വേണ്ടി അവർ കൊടുക്കുന്ന ഒരു പണക്കിഴി സംവിധാനമാണ് ഇന്ന് ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ കൊച്ചി തഹസിൽദാരെ ആദരപൂർവ്വം ക്ഷണിച്ചോളും. കുട്ടിക്കാലത്ത് അമ്മാവന്മാരോടും സഹോദരിമാരോടുമൊപ്പം എളങ്ങുന്നപ്പുഴ ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്തു നിന്ന് വഞ്ചിയിലായിരുന്നു ഓണപ്പുടവ വാങ്ങാൻ യാത്ര ചെയ്തിരുന്നത്. കൊച്ചി രാജകുടുംബത്തിൻ്റെ ആസ്ഥാനമായിരുന്ന കുന്നിന്മേൽ ബംഗ്ലാവ് എന്ന് പറയുന്ന തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസിൽ വലിയ തമ്പുരാൻ്റെ കയ്യിൽ നിന്നായിരുന്നു ഒരു കാലത്ത് ഓണപ്പുടവ ഏറ്റുവാങ്ങിയിരുന്നത്. പിന്നീട് കോട്ടക്കകത്തെത്തി കോവിലകത്തെ മുതിർന്ന സ്ത്രീയായ വലിയമ്മ തമ്പുരാനിൽ നിന്നും ഓണപ്പുടവ സ്വീകരിക്കും. അത് ഒരു ചടങ്ങ് മാത്രമായിരുന്നില്ല, കുടുംബാംഗങ്ങൾ ഒന്നുചേരുന്ന ഒരു സ്നേഹസംഗമം കൂടിയായി. കോവിലകത്തെ പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ഈ പാരമ്പര്യത്തിൽ അവകാശമുണ്ട്. 2011 വരെ വെറും 15 രൂപയായിരുന്നു സർക്കാർ നൽകിയിരുന്നത്. പിന്നീട് അത് 1000 രൂപയായി ഉയർത്തി. തുക എത്രയാണെന്നതിലല്ല ഈ ആചാരത്തിൻ്റെ മഹത്വം. കാലം മാറിയിട്ടും ഒരു പാരമ്പര്യം മുറിയാതെ തുടരുന്നു എന്നതിലാണ് അതിൻ്റെ വില. ഇന്ന് രാജഭരണമില്ല, പക്ഷേ രാജപാരമ്പര്യത്തിൻ്റെ ഓർമ്മകൾ ഇന്നും ഇവിടെ ജീവിക്കുന്നു. ഓരോ ഉത്രാടക്കിഴിയിലും ഒരു കുടുംബത്തിൻ്റെ അവകാശം മാത്രമല്ല കൈമാറപ്പെടുന്നത്, ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രവും ഒരു രാജവംശത്തിൻ്റെ ഓർമ്മയും. തലമുറകളിലൂടെ കൈമാറിയ ഒരു പാരമ്പര്യം കൂടിയാണ് എളങ്ങുന്നപ്പുഴയിലെ നടക്കൽ കോവിലകം. ഓണം വരുമ്പോഴെല്ലാം എളങ്ങുന്നപ്പുഴയുടെ മണ്ണിൽ ചരിത്രം വീണ്ടും ഉണരുന്നു. ഉത്രാടക്കിഴിയിലൂടെ കൊച്ചി രാജവംശത്തിൻ്റെ ആ പഴയ ഓർമ്മകൾ വീണ്ടും ജീവിക്കുന്നു.